അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യർസഖൂൻ. നിങ്ങൾ വിചാരിച്ചു പോകരുത്. ആരെ? അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ, അല്ലാഹുവിന്റെ വഴിയിൽ രക്തസാക്ഷികളായ ആളുകളെ നിങ്ങൾ മരിച്ചവരാണെന്ന് വിചാരിച്ചു പോകരുത്. പറഞ്ഞു പോകരുത് എന്നല്ല പറഞ്ഞത്, വിചാരിക്കരുത് എന്നാണ് അല്ലാഹു പറഞ്ഞത്. ബൽ അഹ്യാഉൻ, അവരെന്താണ്? അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഇൻദ റബ്ബിഹിം യർസഖൂൻ, അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് ഉപജീവനം എല്ലാം നൽകപ്പെടും. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്ത ആരുമില്ല. ബദരീങ്ങളെ അറിയാത്ത ഒരു മുഅ്മിന് ഉണ്ടാവുകയില്ല. ബദരീങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ ഇവിടെ ഇസ്ലാം ഉണ്ടാവുമായിരുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധം തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവേ, ഈ കൂട്ടം ഇവിടെ നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ നിന്നെ ആരാധിക്കുന്നവർ ഈ ഭൂലോകത്ത് ഉണ്ടാവുകയില്ല എന്നതാണ്. 1000-ൽ പരം എല്ലാ സന്നാഹങ്ങളോടുകൂടെ വന്ന ശത്രുക്കളെ വെറും 313, ഒരായുധവും ആയുധത്തിന്റെ ബലമൊന്നുമില്ലാതെ, യുദ്ധത്തിന് എന്ന ഒരു പുറപ്പാടിലല്ലാതെ കച്ചവട സംഘത്തിനെ ലക്ഷ്യം വെച്ച് വന്ന ആ 313 സ്വഹാബികൾ പെട്ടെന്ന് ഒരു യുദ്ധത്തിന്റെ ഭൂമിയിലേക്കാണ് ചെന്നുപെട്ടത്. എന്നാൽ അള്ളാഹുവിന്റെ വലിയ സഹായം കൊണ്ട് അള്ളാഹു തആല മലക്കുകളെ ഇറക്കിക്കൊണ്ട് അവിടെ സഹായിച്ചു കൊടുത്ത് ആ യുദ്ധം വളരെ വിജയകരമായി. അത് ഇസ്ലാമിന്റെ പ്രതാപത്തെ കാണിക്കുന്ന, ഇസ്ലാമിന്റെ മഹത്വത്തെ കാണിക്കുന്ന ഒരു യുദ്ധമായി. പിന്നെ സ്വഹാബത്തിന് എവിടെ ചെന്നാലും ഈമാനിന്റെ കരുത്തായി അവർക്കുള്ള ധൈര്യം. ആയുധം കൊണ്ടോ ഒന്നുകൊണ്ടുമല്ല ഈ ലോകത്ത് ഏറ്റവും വലിയ ശക്തിയുള്ളത് ഈമാനാണ്. ഒരു മുഅ്മിനിന്റെ ആ ഈമാനിന്റെ ശക്തിയെ വെല്ലുന്നതായ ഒരു ആയുധ ശക്തിയും ഈ ലോകത്ത് ഇല്ല എന്നുള്ളതാണ്. കാരണം ആ മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് ഒറ്റ സെക്കൻഡ് കൊണ്ട് അവന്റെ ദുആയിൽ ഉൾപ്പെടുത്തിയാൽ ഈ ലോകത്ത് ഒരു ബോംബ് വർഷിക്കുന്നതിനേക്കാൾ, ഒരു അണുവായുധം വർഷിക്കുന്നതിനേക്കാൾ വളരെയധികം ഫലം ചെയ്യുന്ന ഒരു കാര്യമാണ് യഥാർത്ഥ വിശ്വാസിയുടെ പ്രാർത്ഥന എന്നുള്ളത്. അതുകൊണ്ടാണ് ബദരീങ്ങൾ അത്ര കുറവായിട്ട് പോലും എല്ലാ സന്നാഹങ്ങളോടും കൂടെ വന്ന ശത്രുക്കളെ വളരെ ഈസിയായി അവരെ പരാജയപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മഹത്വം, അവർക്ക് ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. ബദരീങ്ങൾക്ക് ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവർക്കുള്ള മഹത്വങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഏതൊരു സദസ്സിലും ഒരു പ്രശ്നം വന്നാൽ ബദരീങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അവർ ബദരീങ്ങളിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് അവരെ കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല, സ്വഹാബത്തുൽ കിറാമും അങ്ങനെ തന്നെ ബദരീങ്ങളെ പ്രത്യേകം അവരെ ബഹുമാനിക്കും, പ്രത്യേകം അവർക്ക് മഹത്വം നൽകും. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ ബദരീങ്ങളെ കൊണ്ട് പണ്ടുകാലം മുതൽക്കേ ബദരീങ്ങളെ കൊണ്ട് തവസ്സുലാക്കുന്ന അവരുമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ. ബദരീങ്ങളെ തവസ്സുലാക്കുക, അവരെ മദ്ഹ് പറയുക, അവരുടെ മൗലിദ് ഓതുക എന്നുള്ളത്, അവരെ പേര് കേൾക്കുമ്പോൾ തർബിയത്ത് ചൊല്ലുക, അസ്മാഉൽ ബദർ ചൊല്ലുക എന്നുള്ളതെല്ലാം ഏറ്റവും വലിയ കാവലിന് വേണ്ടി മുൻഗാമികളായ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചതാണ്. അപ്പോൾ ഈ ബദരീങ്ങളെ കൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് അത്ഭുതങ്ങൾ ഇന്നും ഓരോ ദിവസം അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബദരീങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്താൽ അല്ലാഹു തആല ആ കാര്യം വളരെ പെട്ടെന്നായി പൂർത്തിയാക്കും. അവരുടെ പേരുകൾ 313
വരം ആ സ്വഹാബികളുടെ ആ പേരുകൾ പറഞ്ഞ് അതോടുകൂടെ തർബിയത്തും ചൊല്ലി ആ മഹാന്മാരെ നമ്മൾ ഓർക്കുമ്പോൾ അതിന്റെ ശേഷം പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു. കാരണം ബദരീങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണ് അവർ പോരാടിയത്, അള്ളാഹുവിന് വേണ്ടിയാണ് ജീവിച്ചത്. അതുകൊണ്ട് അവരുടെ പേരിൽ ആര് എന്തു ചോദിച്ചാലും അള്ളാഹു നൽകുന്നു എന്നുള്ളതാണ്. റമദാൻ 17-നാണ് ബദർ നടന്നത്. അതുകൊണ്ടാണ് റമദാൻ 17 ബദരീങ്ങളാണ്ട് എന്ന് നമ്മൾ അതിന് പറഞ്ഞുകൊണ്ട് ബദരീങ്ങളെ അനുസ്മരിക്കുന്നത്. അവർ അനുസ്മരിക്കപ്പെടാൻ കാരണം എന്താണ്? അതിന്റെ കാരണം അവർ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ കലിമത്തുല്ലാഹിൽ ഉല്യ, അള്ളാഹുവിന്റെ വചനം ഏറ്റവും മേന്മയാകണം, എപ്പോഴും അലയടിക്കണം എന്ന ഉദ്ദേശമുണ്ട്. അള്ളാഹു താല അവരെ പേരുകളെയും അള്ളാഹു താലയുടെ ബാക്കി വെച്ചു, ഉയർത്തിവെച്ചു, എന്നെന്നും അനുസ്മരിക്കപ്പെടുന്നതാക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പൊ ബദരീങ്ങളെ കൊണ്ട് ഒരുപാട് അത്ഭുത സംഭവങ്ങൾ ഓരോ ദിവസവും ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആ നല്ല വിശ്വാസമുള്ള ആ നിലക്ക് ആരെങ്കിലും അങ്ങനെ അവരെ വിളിച്ച് തവസ്സുൽ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു താല വലിയ ഫലം നൽകിയ ഒരുപാട് സംഭവങ്ങൾ ബദർ മൗലിദിൽ തന്നെ ഉണ്ട്. ഇതിൽ ഒരു ചരിത്രം പറയുന്നത്, ഒരാള് എന്താണ് فمنها ما روى بعضهم أنه خرج يريد الحج إلى بيت الله الحرام فكتب اسماء أهل بدر رضي الله تعالى عنه في قرطاس وجعله في أسقفة الباب. അക്കാലത്ത് ഒരാൾ ഹജ്ജിന് പോയതുമായിട്ടുള്ള ഒരു സംഭവം പറയുന്നു. പോകുന്നതായ സന്ദർഭത്തിൽ അയാൾ എന്ത് ചെയ്തു? ബദരീങ്ങളുടെ പേര് ഒരു കടലാസിൽ ഇങ്ങനെ എടുത്ത് എഴുതിക്കൊണ്ട് അതിനെ വീട്ടിൻ്റെ വാതിലിന്റെ മുകളിൽ, വീട്ടിന്റെ ഫ്രണ്ട് കയറുന്നതായ വാതിലിന്റെ മുകളിൽ അതിനെ സൂക്ഷിച്ചു വെക്കുകയും അയാൾ സ്ഥലം വിടുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് അന്ന് രാത്രി ആ നാട്ടിലെ ഏറ്റവും വലിയ കള്ളന്മാരുടെ സംഘം ആ വീട്ടിലേക്ക് വരികയാണ്. വന്നപ്പോൾ അവർ കണ്ടത് ആ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ട്. ആ വീട്ടിൽ 1-ാം ദിവസവും 2-ാം ദിവസം 3-ാം ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് അവർ വന്നു. പക്ഷേ 3 ദിവസങ്ങളിലും അവർ കണ്ടത് ആ വീട്ടിൽ നിറയെ ആളുകളും ആയുധത്തിന്റെ ശബ്ദങ്ങളുമാണ്. അതുകൊണ്ട് അവർ തിരിച്ചുപോയി. അങ്ങനെ ഹജ്ജിന് പോയ ആൾ തിരിച്ചു വന്നതിന് ശേഷം വെള്ളക്കാരുടെ സംഘത്തിന്റെ നേതാവ് വന്നുകൊണ്ട് ഈ വീട്ടുകാരനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ഒരു സംഭവമല്ല നിങ്ങൾ കണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ആൾക്കാർ നിറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സംഭവം? അപ്പോഴാണ് അയാൾ പറയുന്നത്, ഞാൻ ഈ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച ഒരു കടലാസിനെ പറ്റി. ആ കടലാസിൽ എന്താണ്? ബദരീങ്ങളെ ആ മഹത്വമാണ്, അവരുടെ പേരുകളാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മാസനൗതു ഫീ ബൈതി ഷൈഅൻ ഗൈറ അന്നി കതബ്തു ഖൗലഹു തആല വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അദീം എന്നുള്ള ആയത്തുൽ കുർസിയിലെ അവസാനത്തെ വരി, ആ ഒരു ഭാഗം, വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അദീം എന്നതും വഖതബ്തു അസ്മാ അഹ്ലി ബദർ റളിയല്ലാഹു തആല അൻഹും, ബദരീങ്ങളുടെ പേരും ഞാൻ ഈ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചത് കൊണ്ട് ആണ് ആ ഒരു കാവൽ ഈ വീട്ടിന് ലഭിച്ചത് എന്ന് അയാൾ പറയുകയുണ്ടായി. അങ്ങനെയുള്ള ബദരീങ്ങളെ വലിയ മഹത്വങ്ങൾ ഒരുപാട് പറയാറുണ്ട്. എന്നാൽ ആ മൗലിദിലെ 2-ാമത്തെ ഒരു ഹദീസിൽ കാണാം, പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരുപാട്, പണ്ടത്തെ യാത്ര എന്ന് പറയുന്നത് ഇങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ യാത്രയാണ്. പോകുമ്പോൾ അവിടെ വന്യമൃഗങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ കള്ളന്മാരും കൊള്ളക്കാരും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിലൂടെ ആര് പോയാൽ നശിച്ചു പോകും. എത്ര ആൾക്കാർ കൂട്ടമായി പോയാലും തന്നെ ചിലപ്പോൾ എന്താവും, ആ വഴിയിലൂടെ പോയാൽ അവർ പോകുന്ന ആ വഴി അത്രയും ഡേഞ്ചറസ് ആയ വഴിയായിരുന്നു. വൈനമാനഹ ജുലൂസും ഫീ ബഅദിൽ അയ്യാം, അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഇത് അഖ്ബല റജുലുൻ മിൻഹ, അവരിൽ നിന്ന് ആ ഭാഗത്തിലൂടെ ഒരാൾ ഇങ്ങനെ കടന്നു വന്നു. മാഹു തിജാറത്തിനും വലിയൊരു കച്ചവട സാമഗ്രികളായിട്ട് അയാളാണ് വരുന്നത്. വലൈസമാഹദുൻ വൈറബ്, അയാളെ കൂടെ ഉള്ളത് ഒരു അടിമ മാത്രമാണ്. ആ വഴിയിലൂടെ ഒരാൾ വലിയൊരു കച്ചവടത്തിന്റെ ചരക്കുമായി ഇങ്ങനെ വരുന്നു, പക്ഷെ കൂടെ ഒരു അടിമ മാത്രമാണുള്ളത്. എന്നാൽ അയാളെ നാവിനിങ്ങനെ, അയാളെ നാവിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. ഓഹു യഹരികു ശഫത്തൈഹി കല്ലദിയത്തും ബാളാസ്മായി,
ആള് വായിൽ എന്തോ ഒരു പേര് ചെല്ലും പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട്. ഞങ്ങൾ അതിനെ ശ്രദ്ധിച്ച് കേട്ടു. നമ്മൾ ചോദിച്ചു, നമ്മൾ ഇയാൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അനവർണ കൽപ്പഹു വലം നറ ഗൈറ അബ്ദിഹി. അപ്പൊ പ്രത്യേകത ഉണ്ട് നോക്കുമ്പോൾ അയാളുടെ കൂടെ ഒരു അടിമ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഫഖാലഹു വാലിദി, എന്റെ വാപ്പ അയാളോട് ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, സുബ്ഹാനല്ലാഹ് കൈഫ സലിംത ബിജാറത്തി വഅൻത വഹദക്, നിങ്ങൾ ഒറ്റക്കായി ഈ വഴിയിലൂടെ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഹാദി ത്വരീഖു മഖ്തൂഅത്തുൻ മുൻദു സിനീന, ഒരുപാട് വർഷങ്ങളായി ഈ വഴി എന്നുള്ളത് ആരും പോകാത്തൊരു വഴിയാണ്. കള്ളന്മാരും വന്യമൃഗങ്ങളും എല്ലാം, പിടിമൃഗങ്ങളും എല്ലാം ഉള്ള ഒരു കാടാണല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, ഫഖാല ദഖൽതു ബി ഹാദിഹി ത്വരീഖ ബിജയ്ശിൻ ദഖല ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ വഴിയിൽ പ്രവേശിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെയുള്ള ഒരു ഒരു പട്ടാളത്തോട് കൂടെയാണ് ഞാൻ ഈ വഴിയിൽ പ്രവേശിച്ചത്. റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം സൈനികന്മാരെ കൂടെയാണ് ഞാൻ ഈ വഴിയിലൂടെ പ്രവേശിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു, ഫഖാലഹു വാലിദി, എന്റെ ബാപ്പ അയാൾ ചോദിച്ചു, അയ്യ ജയ്ഷിൻ അദർക്ത മിന സ്വഹാബ, സ്വഹാബത്തിൽ നിന്ന് ഏത് സൈനികന്മാരെയാണ് എനിക്ക് നിന്റെ കൂടെ വന്നത് എന്ന് പറയൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദർക്തു അഹ്ല ബദരിൻ റളിയല്ലാഹു അൻഹും, ഞാൻ ബദരീങ്ങളെ കൂട്ടിയിട്ടാണ് ഈ വഴിയിൽ സഞ്ചരിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായി? അതാണ് ഖാല അദർക്തു അഹ്ല ബദർ റളിയല്ലാഹു തആല വഅദ്ഖൽതുഹും മഅ ഫി ഹാദിഹി തരീഖ, ഈ പേടിപ്പിക്കപ്പെടുന്ന ഈ വഴിയിലൂടെ അവരെ കൂടെയാണ് ഞാൻ പോയത്. ഞാനൊരു കള്ളന്മാരെയോ ഒരു പിടിമൃഗത്തിനെയോ എനിക്ക് ഭയപ്പെടേണ്ടി വന്നിട്ടില്ല. ഖാലഹു ഏലം റഹിമക്കല്ലാഹ്, എന്താണ്? അദ്ദേഹം ഒരു സംഭവം പറയാൻ തുടങ്ങി. ഇന്നി കുന്തു കബീറ ഖൗമിൻ ലുസൂസിൻ, അയാൾ പറയാണ്, എന്ത്? ഇന്നി കുന്തു, ഞാനായിരുന്നു കബീറ ഖൗമിൻ ലുസൂസ്, വലിയൊരു കൊള്ള സംഘത്തിൽ പെട്ട ആളായിരുന്നു. നമ്മള് എന്താക്കും? അവിടെ കൊള്ള നടത്തും. അതുപോലെ തന്നെ അതിലൂടെ ഏതൊരു യാത്ര സംഘം പോയാലും നമ്മൾ അവരെ പിടിച്ചു വെക്കും. അവരെ കച്ചവടച്ചരക്കെല്ലാം പിടിച്ചു വെക്കുന്നവരായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ രാത്രിയിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ, കൊള്ള ചെയ്യാൻ വേണ്ടി ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇത് ജവാസിസുന അഖ്ബറുന, അപ്പോ നമ്മളെ ഒരു നിരീക്ഷക സംഭവം, ഒരു ചാരൻ, നമ്മളെ കൂട്ടത്തിലൊരു ചാരൻ, അതായത് രഹസ്യങ്ങൾ അന്വേഷിക്കുന്ന ഒരാള്, അയാളെന്ത് ചെയ്തു? അയാൾ വന്നിട്ട് അയാൾ പറഞ്ഞു, ഇന്നാലിന്നൊരു കച്ചവടക്കാരൻ ഖറജ ബി തിജാറത്തിന് അവീമ, വലിയൊരു കച്ചവടമായിട്ട് ഈ വഴിയിലൂടെ വരുന്നുണ്ട്. ഒമാഹു ഇല്ലാ ഹംസത്ത ആശർ റജുൽ, അയാളെ കൂടെ 15 ആളുകൾ മാത്രമേ ഉള്ളൂ. നമുക്കവരെ എന്താക്കാം? കീഴ്പ്പെടുത്താൻ പറ്റും. 15 ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതാണ് ഇല്ലാ ഹംസത്ത ആശർ റജുൽ. ഫലമ്മാ സമീന ദാലിക ഹമൽന അലൈഹിം, ഞങ്ങള് അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ പോയിട്ട് ആളുകളെ എന്ത് ചെയ്തു? കീഴ്പ്പെടുത്തി അവരെ നമ്മൾ കൊന്നുകളഞ്ഞു. ഖത്തൽനാ മിൻ അസ്ഹാബിഹി അശറത്ത് റിജാലി, അയാളുടെ ആ കച്ചവടക്കാരന്റെ 10 കൂടെയുള്ള 10 ആളുകളെ നമ്മൾ കൊലപ്പെടുത്തി. സുമ്മാക്കബാല അലൈന താജർ, അപ്പൊ പിന്നെ യാത്രക്കാരനായ ആ കച്ചവടക്കാരൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ 10 പേരെ കൊന്നുകളഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? മഹാജത്തിക്കുമാ തുരീദൂൻ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോ ഇയാൾ പറയാണ്, ഇപ്പൊ കുൽന, ഞങ്ങൾ പറഞ്ഞു, നുരീദു അൻ നാഖുദ ഹാദിഹി തിജാറ, ഞങ്ങൾ ഈ കച്ചവടത്തിനെല്ലാം, ഈ കച്ചവട ചരക്കിനെല്ലാം എടുക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് നീ എന്തായിക്കോ, അഞ്ചു ബിമം ബഖിയനാക, നിന്റെ കൂടെയുള്ള ആളുകളോടൊപ്പം നീ എന്തായിക്കോ, സ്ഥലം വിട്ടോ, ആ കച്ചവട ചരക്ക് അവിടെ വെച്ചിട്ട് പോകുന്ന പറഞ്ഞു. അപ്പോൾ എന്തായി എന്ന് പറഞ്ഞു? ആല കൈഫ തഖ്ദിറൂന അലിയ, അപ്പോൾ അയാൾ ഞങ്ങളോട് ചോദിച്ചു, എന്താണ്? കൈഫ തഖ്ദിറൂന അലിയ, നിങ്ങൾക്ക് ഞങ്ങളെ എന്ത് ചെയ്യാനും പ്രയാസപ്പെടുത്താൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കും? അപ്പോൾ മാഇ അഹ്ലു ബദരി, എന്റെ കൂടെ ബദരിങ്ങളുണ്ടല്ലോ എന്റെ കൂടെ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റുക? അത് പറഞ്ഞു, ഫഖുൽന നഹ്നു ലാ നഅരിഫു അഹ്ല, ഞങ്ങൾക്ക് അഹ്ലു ബദർ എന്ന് ആരും അറിയില്ല. ഫഖാല, അപ്പോൾ അയാൾ പറഞ്ഞു, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു.
തുമ്മാഹദയത്തിലൂഫി അസ്മായ, പിന്നെ അയാളെന്തോ ഒരു പേരിങ്ങനെ ചൊല്ലിക്കൊണ്ട് പോകും. അബൂബക്കർ റളിയല്ലാഹു ഇങ്ങനെ ഒരു പേര് ലാനരിഫ്, നമ്മൾക്ക് മനസ്സിലാകുന്നത് എന്താണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ മനസ്സിന് പേടിയാവാൻ തുടങ്ങി. മനസ്സിക്ക് പേടി, കള്ളസംഘത്തിന് നമുക്കൊരു മനസ്സിൽ പേടിയാണ്. ഞങ്ങളെല്ലാം പേടിച്ചങ്ങനെ ഓടാൻ തുടങ്ങി. ഹറജത്ത് അലൈന രീഹുൻ ശദീദ, ശക്തമായ കാറ്റങ്ങനെ ഞങ്ങളെ ഭാഗത്തേക്ക് അടിച്ചു വീശാൻ തുടങ്ങി. അങ്ങനെ ആയുധത്തിന്റെ ശബ്ദങ്ങളും കുന്തത്തിന്റെ ശബ്ദങ്ങളും പിന്നെ കുതിരയുടെ പായുന്ന ശബ്ദങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങി. എന്നിട്ട് ഇവിടെ ഒരാൾ പറയുന്നത് കേട്ടു, ഇസ്തഖ്ബിലു അഹ്ല ബദരിൻ, ബദരീങ്ങളെ നിങ്ങൾ സ്വീകരിക്കൂ, ക്ഷമയോടെ സ്വീകരിക്കൂ എന്ന് പറയുന്ന ഒരു ശബ്ദം കേട്ടു. അങ്ങനെ ഞങ്ങൾ നോക്കിയിട്ടാണ് കുറേ ആളുകൾ ഇങ്ങനെ കുതിരയുടെ മുകളിൽ ഇങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ യുവാക്കൾ ഇങ്ങനെ വരുന്നത് കണ്ടു. അവരിങ്ങനെ വരുമ്പോൾ അവിടെ കാറ്റിങ്ങനെ പറക്കുന്നുണ്ട്, കാറ്റിൽ ഇങ്ങനെ പറന്നു വരുന്നുണ്ട്. നമ്മളെല്ലാം പൊതിഞ്ഞു. ഫലമായിട്ട് താലിക്ക് ബാദർത്തില സാഹിബ് തിജാറ, ഞങ്ങളങ്ങനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയായപ്പോൾ ഞങ്ങൾ ഓടിപ്പായാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു. അപ്പോഴാണ് നമ്മളെ വലയം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് ഇങ്ങനത്തെ സംഭവം ഞങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഓടി വന്നുകൊണ്ട് കച്ചവടക്കാരൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഫഖുൽ താനബില്ലാഹി ബിക്, ഞാൻ നിങ്ങളോട് ഞാനൊരു അള്ളാഹിനെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു. അപ്പൊ അയാൾ പറഞ്ഞു, നീ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാനെന്തായി കൊത്തുപുത്തു അലായതി, ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ തൗബ ചെയ്തു. പക്കത്ത് കുത്തിയിൽ അങ്ങനെ ആ വന്ന ആളുകള് ഉണ്ടല്ലോ, ആ കാറ്റിലൂടെ ഇങ്ങനെ കുതിരയിലായിട്ട് വന്ന എന്തോ ഒരു പെട്ടെന്ന് ഇങ്ങനെ വന്നതാണ്. അയാൾക്ക് കണ്ടിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പോ വഖദ് ഖുതില മിൻ അസ്ഹാബി ബിഇദ്ദത്തി മൻ ഖുതില മിൻ അസ്ഹാബിഹി. അപ്പോ അയാളെ കച്ചവട സംഘത്തിലുണ്ടായിരുന്ന 10 ആളുകളെ ഒതിച്ചിട്ടുണ്ട്. അത്രയും ആളുകളെ നമ്മളെ കൂട്ടത്തിൽ നിന്ന്, ഞങ്ങൾ ഈ കള്ളന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒതിക്കപ്പെട്ടു. അങ്ങനെ ആയപ്പോ എന്തായി, അപ്പൊ അയാളോട് നമ്മൾ പറഞ്ഞതാണ്, എന്താണ് നിങ്ങളോടൊപ്പം ചെല്ലിയത്, എന്താണ് ഈ സംഭവം നടന്നത് എന്ന് നമുക്ക് അത്ഭുതമായി. അതുകൊണ്ട് നമ്മൾ അയാളോട് ആ കച്ചവടക്കാരനോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ എന്താണ് പറഞ്ഞത്, അത് നമുക്കൊന്ന് പഠിപ്പിച്ചേരി എന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോഴാണ് ഞാൻ അതിനെ പഠിച്ച് മനസ്സിലാക്കി. അതുകൊണ്ട് മഹത്തജില ഹഫാറത്തി, അതാണ് അത് അറിഞ്ഞത് മുതൽക്ക് കടലിലോ കരയിലോ എവിടെ ഞാൻ പോകുന്നുണ്ടെങ്കിലും ഞാൻ അസ്മാഉൽ ബദർ ഇങ്ങനെ ചൊല്ലിപ്പോകും. അപ്പോൾ ഒരു പ്രയാസവും ഇല്ലാതെ എന്താവും, നമ്മൾ രക്ഷപ്പെടുന്നതാണ്. അതാണ് ബദരീങ്ങളുടെ പേര് പറഞ്ഞ് പണ്ട് ഇവിടുത്തെ മുൻഗാമികളായ ആളുകൾ അവർ രക്ഷപ്പെട്ടത് മുഴുവനും ബദരീങ്ങൾ പിടിച്ചുകൊണ്ടാണ്. ബദരീങ്ങൾ പിടിച്ചാൽ അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ബദരീങ്ങളെ വിട്ടാൽ അവര് നിസ്സാരാക്കി, അല്ലെങ്കിൽ ബദരീങ്ങളെ പുറവാക്കി കണ്ടാലും പരാജയപ്പെട്ട്, അത് ഉറപ്പാ, സംശയമില്ല. കാരണം ദീന് എവിടെ നിന്നാണ് കിട്ടിയത്? ബദരീങ്ങളെ ആ ഒരു വിജയത്തോടു കൂടെയാണ് ദീനിന്റെ പ്രതാപം ഇങ്ങനെ അള്ളാഹു കൊടുത്തത്. അള്ളാഹുവിന് ബദരീങ്ങൾ ഇല്ലാതെ തന്നെ ഇവിടെ ദീന് നിലനിർത്താം. പക്ഷെ അള്ളാഹു താല ഒരു കാരണമാക്കി. അതുകൊണ്ട് ആ ബദരീങ്ങളെ നാം വിട്ടുകൊണ്ട് മറന്നുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമുക്ക് എന്താകും, രക്ഷയില്ല. അപ്പൊ അതുകൊണ്ടാണ് മഹാന്മാരെല്ലാം ബദരീങ്ങളെ ദിവസം ബദരീങ്ങളെ പേര് ചൊല്ലി തവസ്സുലാക്കി എല്ലാം നേടുന്നവർ ഉണ്ട്. അപ്പോൾ നല്ല വിശ്വാസങ്ങളെ തകർക്കുന്ന ഒരുപാട് പുത്തനാശയക്കാരുണ്ടാവും. അപ്പൊ അവരെ നമ്മൾ നിലവെക്കാതെ നമ്മളെ വിശ്വാസം കൊണ്ട് മുന്നേറുക, അതാണ് നമുക്ക് ഈ ഇരുലോകത്തും വിജയിക്കാനുള്ള മാർഗം. ബദരീങ്ങളെ വിട്ടുകൊണ്ട് എന്താണ്, രക്ഷയില്ല. അപ്പൊ അള്ളാഹുത്താല ഓരോന്നും ഓരോ ആളിലൂടെയാണ് ഞാൻ അള്ളാഹുത്താല വെച്ചത്. ഇപ്പോൾ അള്ളാഹുത്താല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയാണ് നമ്മൾക്ക് ഇസ്ലാമിൽ തന്നത്. നമ്മളുടെ നബി തങ്ങൾ ഡയറക്റ്റ് കണ്ടിട്ടില്ല, സ്വഹാബത്തിനെ നമ്മൾ കണ്ടിട്ടുമില്ല, താബിഈങ്ങളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ 1400 വർഷം കഴിഞ്ഞ ശേഷമാണ് നമ്മളുടെ വരവ് നമ്മളുള്ളത്. അപ്പൊ നമുക്ക് ഇസ്ലാം നമ്മൾ ഉസ്താദ്മാർ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു തന്ന രീതികളും ആ ശൈലികളുമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇപ്പൊ വന്നുകൊണ്ട് പണ്ട് ഇമാമിങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ ശീലിപ്പിച്ച ഒരു കാര്യത്തിന് ഒരാൾ വേർക്കുമ്പോൾ നമ്മൾ അവരോട് ഒപ്പം ചേരുന്നത് ഒരു ബുദ്ധിശൂന്യതയാണ്. അതുകൊണ്ട് മഹാന്മാരെ നമ്മൾ വിട്ടുകൊണ്ട് കൈവടിഞ്ഞുകൊണ്ട് നമുക്ക് രക്ഷയില്ല എന്നുള്ളത് വളരെ ഉറപ്പായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മൾ ബദരീങ്ങളെ തവസ്സുൽ ചെയ്യുകയും
അവരെ കൊണ്ട് നമ്മൾ 2 ലോകത്തിന്റെ വിജയവും നമുക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹ്. അത് ലഭിച്ചവരാണ് മുൻഗാമികളായ മഹാന്മാർ. നമ്മൾ പണ്ട് നമ്മളെ ചെറുപ്പത്തിലിരിക്കുമ്പോൾ ദേശന്മാരെല്ലാം പാടുന്നത് കേട്ടിട്ടുണ്ട്. ബദരീങ്ങളെ ബർക്കത്തിനാലമേ കാക്കണം യാ റബ്ബന എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പാടുന്നവരുണ്ട്. അപ്പൊ ബദരീങ്ങൾ ഇങ്ങനെ തവസ്സിലാക്കിക്കൊണ്ട് അവർ ഇങ്ങനെ കരയുമ്പോൾ അല്ലാഹു തആല അവർക്ക് ജീവിതത്തിൽ ആരോഗ്യവും സന്തോഷവും റാഹത്തും ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അവർക്കുള്ള ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവർക്കുള്ള മനസ്സിൽ വിശ്വാസം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്തൊരു പ്രയാസം വരുമ്പോൾ അവരുടെ മനസ്സിൽ ധൈര്യമാണ്. കാരണം ബദരീങ്ങളെ അവർ പിടിക്കുന്നതുകൊണ്ട് അല്ലാഹു തആല മനസ്സിക്ക് ബദരീങ്ങൾ കൊടുത്ത ആ ധൈര്യം അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബദരീങ്ങളെ നമ്മൾ തവസ്സലാക്കുന്നവരാകണം. ബദരീങ്ങളെ പേര് ചൊല്ലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നവരാണ്. അപ്പൊ അസ്മാഉൽ ബദരി, അപ്പൊ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അപ്പൊ ബദരീങ്ങളുടെ പേര് നാം ചൊല്ലണം. ചെല്ലുമ്പോൾ വെറുതെ പേരിങ്ങനെ ചൊല്ലി അല്ല, അതിന് ഒരു അതവോടെ പേര് ചൊല്ലി എന്ത് ചെയ്യണം? റളിയല്ലാഹു അൻഹു ഓരോ പേരിന് സയ്യിദ്, അപ്പോൾ സയ്യിദിന നബി, സയ്യിദ് സാദാത്തിന അബീ ബക്കർ, സയ്യിദിന ഉമറ, ഇങ്ങനെ സയ്യിദിന എന്നത് കൂട്ടിയിട്ട് നമ്മുടെ നേതാവായ എന്ന് കൂട്ടിയിട്ട് ഓരോന്ന് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് അതിൻ്റെ മുഴുവനായ പ്രതിഫലം, അതിൻ്റെ ഫലം നമ്മൾ എടുക്കണം. ബദരീങ്ങളെ 313 ആ പേരിങ്ങനെ ചെല്ലുമ്പോൾ റളിയല്ലാഹു അൻഹു ചൊല്ലിക്കൊണ്ട് ഓതാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ ബദരീങ്ങളെ കൊണ്ട് നമ്മൾക്ക് ഇരുലോകത്തിന്റെ നേട്ടങ്ങളും സന്തോഷങ്ങളും നമ്മൾക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെന്നും ഉണ്ടാക്കാൻ പാടില്ല, നഷ്ടപ്പെടുത്താൻ പാടില്ല. ബദരീങ്ങളെ ആണ്ടാണ് റമദാൻ 17. അതിൻ്റെ ചരിത്രങ്ങളെല്ലാം നമുക്കറിയാം. നമ്മളുടെ മുൻഗാമികൾ ബദരീങ്ങളെ അനുസ്മരിക്കുന്നവരും അവരുടെ മഹത്വങ്ങൾ പറയുന്നവരും അവരുടെ പേരിൽ തർബീയത്ത് ചെല്ലുന്നവരും അവരെ ഓർമ്മിക്കുന്നവരുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ തന്നെ ബദരീങ്ങളെ മഹത്വം പറഞ്ഞുകൊണ്ട് പാടുന്ന ഒരു സദസ്സിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്ഹ് പറയാൻ അവർ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരുമ്പോൾ എന്താണോ പാടിക്കൊണ്ടുണ്ടായിരുന്നത് അതിന് നിങ്ങൾ പാടിക്കോളി, ആ മദ്ഹ് നിങ്ങൾ പാടുക എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി അവരെ പാടിക്കുകയും അതിനെ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ബദരീങ്ങളുടെ മഹത്വം എന്നുള്ളത് അള്ളാഹു പറഞ്ഞ മഹത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള മഹത്വമാണ്. ബദരീങ്ങളെ കുറവാക്കിയവൻ ഈമാനില്ലാത്തവനാണ്. ബദരീങ്ങളെ പരിഹസിക്കുന്നവൻ, ബദരീങ്ങളെ അറിയാത്തവൻ, അവൻ മുഅ്മിനാകുന്നത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ? എന്താണ് ബദരിൽ ആ യുദ്ധം ഇങ്ങനെ തുടങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനോട് പറഞ്ഞതെന്താണ്? അള്ളാഹുവേ, ഈ വിഭാഗം ഇവിടെ നശിപ്പിക്കപ്പെട്ടാൽ നിന്നെ ആരാധിക്കുന്നവർ ഈ ഭൂലോകത്തുണ്ടാവുകയില്ല എന്നതാണ്. അപ്പൊ ബദരീങ്ങളാണ് ഈ ദീനിന്റെ അടിസ്ഥാനമായി അള്ളാഹു വെച്ചത്. അവരെ നമ്മൾ മറന്നുകൊണ്ട് നമ്മൾക്ക് ഒരു ഇസ്ലാമില്ല, ഈമാനുമില്ല. അതുകൊണ്ട് ബദരീങ്ങളെ ആണ്ട് വരുമ്പോൾ അവരെ പേര് ചെല്ലുക, അവരെ മൗലിദ് ഓതുക. അതുപോലെ തന്നെ ഒരു 313 കണക്കിൽ ഒരു ഫാത്തിഹയോ ഒരു ഖുൽ ഹുവല്ലാഹോ അതുപോലത്തെ നന്മകൾ ചെയ്യുക. ബദരീങ്ങളുടെ പേരിൽ ഹദീസ് ചെയ്യുക. അത് വലിയ ഫലവത്താണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു വിജയത്തിന്റെ കാരണമാണ് ബദരീങ്ങളെ പിടിക്കുക എന്നുള്ളത്. അതാണ് ചില മഹാന്മാരെല്ലാം പറഞ്ഞത്, ഔലിയാക്കന്മാർ ഔലിയാന്റെ ലോകത്തേക്ക്, അതാണ് ഒരാൾ വലിയാകുന്നെങ്കിൽ ലം തഹ്സുൽ വിലായത്തു ഇല്ലാ ബിഖറാഅത്തി അസ്മാഇഹി വതൗസീലി. ബദരീങ്ങളെ പേര് ചൊല്ലി ബദരീങ്ങളെ തവസ്സിലാക്കാതെ എന്താണ് വലിയ എന്ന സ്ഥാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഒരുപാട് എന്താണ് ലം തഹ്സുൽ വിലായത്തു ഇല്ലാ ബിഖറാഅത്തി അസ്മാഇഹി. അപ്പോൾ ഒരുപാട് ഔലിയാക്കന്മാർ അവർ ഉന്നത സ്ഥാനത്തിലേക്ക് എത്തിയത് ബദരീങ്ങളെ അനുസ്മരിച്ചത് കൊണ്ടാണ്. ബദരീങ്ങളെ അനുസ്മരിച്ചവർ ആരും പരാജയപ്പെട്ടിട്ടില്ല. പരാജയപ്പെട്ടതെല്ലാം ആരാണ്? മഹാന്മാരെ തള്ളിപ്പറഞ്ഞവരാണ് പരാജയപ്പെടുന്നത്. മഹാന്മാരെ തള്ളിപ്പറയുന്നവരെ കൂട്ടത്തിൽ നമ്മൾക്ക് നോക്കിയാൽ ഒരു മുസ്തജാബ് ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? അവരെ മഹത്വം പറയുന്ന ഒരാളെ കാണിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ മഹാന്മാരെ അനുസ്മരിക്കുന്നവരും മഹാന്മാരെ ഓർക്കുന്നവരുമാണ് എന്താണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതർ എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം ഖുർആൻ തന്നെ മഹാന്മാരെ അനുസ്മരിച്ചിട്ടുണ്ട്. വദ്കുറുൽ കിതാബ് ഇദ്രീസ്, ഇങ്ങനെ
ഓരോ അമ്പിയാക്കളെ ഖുർആൻ ഇങ്ങനെ അവരെ മഹത്വം ഇങ്ങനെ മതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ മഹാന്മാരെ മത് പറയാൻ പാടില്ല, അവര് മഹത്വം പറയാൻ പാടില്ല എന്ന് പറയുന്നത് ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറയുന്നത് സമമാണ്. കാരണം ഖുർആനിൽ ഇങ്ങനെ മഹത്വം പറഞ്ഞുകൊണ്ട് ഓരോ നബിമാരെ ഇങ്ങനെ വായിച്ച് പറയുന്നുണ്ട്. അത് ഖുർആനല്ലേ. അപ്പൊ അള്ളാഹുത്താല തന്നെ അവരെ മഹത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാന്മാരെ മഹത്വം പറഞ്ഞുകൊണ്ട് നമ്മൾ രണ്ട് ലോകവും രക്ഷപ്പെട്ടവരും വിജയിച്ചവരുമാകണം. അള്ളാഹുത്താല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബദരീങ്ങളെ ആ ബറക്കത്ത് കൊണ്ട് അള്ളാഹുത്താല നമ്മൾക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ബദരീങ്ങൾ ബദരിൽ വിജയം നേടിയത് അവർക്കുള്ള ഈമാൻ കൊണ്ടാണ്. അവർ യുദ്ധത്തിന് പോയതല്ല, അവര് ശത്രുപക്ഷത്തിന്റെ കച്ചവട സംഘത്തിനെ ഒളിവാകാൻ വേണ്ടി പോയതായിരുന്നു. അത് യുദ്ധമായി മാറുമ്പോൾ ശത്രുവിഭാഗം എന്തായി? തയ്യാറെടുപ്പോടുകൂടെ സന്നാഹത്തോടുകൂടെ ബദറിലേക്ക് 1000-ഓളം ശത്രുക്കൾ ഇങ്ങനെ എല്ലാം തികഞ്ഞവരായി ഇങ്ങനെ വന്നു. അപ്പോ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ എന്തില്ല, ചുരുങ്ങിയതായ ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സന്ദർഭത്തിലാണ് അള്ളാഹു താല മലക്കുകളെ ഇറക്കിക്കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് ഇങ്ങനെ അള്ളാഹു താല വലിയൊരു കാവൽ നൽകിയത്. വലിയൊരു സംഭവമാണ് ഏത് ബദർ എന്നുള്ളത്. അതുകൊണ്ട് നാം അതിനെ ഓർമ്മിക്കുന്നു. നമ്മൾ അവരെ എപ്പോഴും അവരെ മഹത്വം പറയുന്നു. അതാണ് നമ്മൾക്ക് അള്ളാഹു താല തന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബദരീങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഒരു ഇസ്ലാമും ഈമാനും ഇല്ല. അപ്പോൾ ബദരീങ്ങളെ ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതം, അവരെ മഹത്വം പറഞ്ഞുകൊണ്ട് അവർ എന്തിനു വേണ്ടിയാണ് അവർ ഇവിടെ ത്യാഗം ചെയ്തത്, എന്തിനു വേണ്ടിയാണ് അവർ ജീവിതം സമർപ്പിച്ചത് എന്ന് നമ്മൾ നോക്കണം. അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങൾക്ക് വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. അവരെ ആരെല്ലാം സ്നേഹിക്കുന്നു അവർക്കും അള്ളാഹു തആല ഒരുപാട് മഹത്വം നൽകിയിട്ടുണ്ട്. അതാണ് ഔലിയാക്കന്മാർ അവരുടെ സ്ഥാനത്തേക്ക് എത്തിയത് ബദരീങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ടാണ്, അവരെ പേര് പറഞ്ഞുകൊണ്ടാണ്, അവരെ മഹത്വം പറഞ്ഞുകൊണ്ടാണ്. അല്ലാതെ ഔലിയാഇന്റെ ലോകത്തിൽ ബദരീങ്ങളെ മഹത്വം പറയാത്തവർ ഇല്ല എന്നതാണ് പറയുന്നത്. കാരണം ബദരീങ്ങളെ ഓർമ്മിക്കാത്ത വലിയ എവിടെയാണ് ഉണ്ടാകുന്നത്? ബദരീങ്ങളെ എന്ത് ചെയ്യണം? അവരെ ഓർമ്മിക്കണം. അവരെ പേരിൽ ഒരുപാട് ഹദിയകൾ ചെയ്യണം. അത് നമുക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബദരീങ്ങൾക്ക് അല്ലാഹു വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അതിനെ ഓരോ സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാ, അയാൾ ബദരീങ്ങൾ വിട്ട ആളാണ്, അയാൾ നിങ്ങളൊന്നും ചെയ്യരുത്, അയാളൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇങ്ങനെ ബദരീകളുമായി ബന്ധപ്പെട്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്വഹാബത്തും അങ്ങനെ തന്നെ ബദരീങ്ങളെ പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നാം ബദരീങ്ങളെ തവസ്സുലാക്കുകയും അവരുടെ പേരിൽ ഒരുപാട് ഫാത്തിഹ, യാസീൻ, ഖത്മുകൾ എല്ലാം ഓതിക്കൊണ്ട് ഹദിയ ചെയ്ത് നമ്മളെ ഇരുവീടും രക്ഷപ്പെടുന്ന നിലയ്ക്ക്, വിജയകരമാകുന്ന നിലയ്ക്ക് നാം ആയിരിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.